മല്ലു ജർമ്മനിയുടെ അടുത്ത വീഡിയോയിലേക്ക് എല്ലാവർക്കും നമസ്കാരം. ഇന്നിപ്പോൾ ഞാൻ കൊളോണിലാണ് ഉള്ളത്. എൻ്റെ കൂടെ ഉള്ളത് വേറെ ആരുമല്ല, അതെ എൻ്റെ ബാക്ക്ഗ്രൗണ്ടിൽ കാണാം. നമ്മുടെ പണി സിനിമ അല്ലെങ്കിൽ നമ്മുടെ മലയാളം മൂവീസിലെ ഇപ്പോഴത്തെ ട്രെൻഡിങ് ആകൂലോ, ആൾക്കാരെ ആവാലോ അല്ലെങ്കിൽ ആയിക്കോളൂലോ അറിയായിരിക്കും. നമ്മുടെ ജർമ്മനി നമ്മുടെ ജുനൈസിക്കയാണ് ഇന്ന് നമ്മുടെ കൂടെ ഉള്ളത്. ആളിപ്പോ യൂറോപ്യൻ ട്രിപ്പിലാണ്. ജർമ്മനിയിലെ കൊളോണിൽ വന്നപ്പോഴത്തേക്ക് അൺഎക്സ്പെക്ടഡ് ആയിട്ട് മീറ്റ് ചെയ്തതാണ്. ഇന്നലെ നമ്മുടെ അലമ്പൻസിലെ അവറാച്ചൻ ബ്രോ വിളിച്ചു, ജുനൈസൊക്കെ വരുന്നുണ്ട്, ഒന്ന് കമ്പനി കൊടുക്കാൻ പറ്റുമെന്ന് ചോദിച്ചു. ഓക്കെ, നമ്മളും ജോയിൻ ചെയ്യുകയാണ്. ജുനൈസിക്ക, എങ്ങനെ തോന്നുന്നു ജർമ്മനിയിൽ വന്നിട്ട്? ഞാൻ ജർമ്മനിയിലാകെ കുറച്ച് ദിവസം ഉണ്ടായിരുന്നുള്ളൂ. ശരിക്കും ഞാൻ ബെർലിനിലായിരുന്നു ആദ്യം. ഒരു 4 ദിവസം കഴിഞ്ഞാടനെ ഞാൻ അവിടെ ഫ്രാൻസ് പോയി. അപ്പൊ ടോട്ടൽ ഒരു യൂറോപ്യൻ ട്രിപ്പ് ആയിരുന്നു. ഫ്രാൻസിൽ നിന്ന് പിന്നെ സ്പെയിൻ പോയി, പിന്നെ ഇറ്റലി പോയി, പിന്നെ ഓസ്ട്രിയ പോയി. ഓസ്ട്രിയ എന്നാണ് ഇപ്പൊ ഇവിടെ കൊളോണില് എത്തിയേക്കണത്. രാവിലെ വിയന്നേന്ന് കയറി ഒരു 10 മണിയായപ്പോഴത്തേക്ക് ഇവിടെ എത്തി. ഇപ്പൊ ഞങ്ങള് നമ്മുടെ കൊളോൺ ഡോമിന്റെ തൊട്ട് മിറ്റത്ത് തന്നെയാണ്. കൊളോൺ ഡോം. ഇതിന് ഒത്തിരി ചരിത്രപ്രധാനമായ കഥകൾ പറയാനുണ്ട്. പക്ഷെ കഥകൾ എനിക്ക് ഒത്തിരി കാര്യമായിട്ട് അറിയത്തില്ല. ഇത് കൊല്ലങ്ങളായിട്ട് പണി നടന്നുകൊണ്ടിരിക്കുന്ന ഒരു കത്തീഡ്രലാണ്. യൂറോപ്പിലെ തന്നെ 2ാമത്തെ ടോളസ്റ്റ്. യൂറോപ്പിൽ ഒരുപാട് ഇങ്ങനെയുള്ള പള്ളികൾ ഇഷ്ടം പോലെ. ഒരു മൂലയിൽ തന്നെ ഇവിടെ തന്നെ ഒരു 3-4 പള്ളികളുണ്ട്. ഇത് പിന്നെ പാലത്തിന്റെ അപ്പുറം ഒന്ന്, പാലത്തിന്റെ ഇക്കരയൊന്ന്, ഈ ചുറ്റുവട്ടത്തൊക്കെ ഇഷ്ടം പോലെ. ഇതിന്റെ അകത്ത് നമുക്ക് കയറാൻ പറ്റും. സന്ദർശന സമയം എന്നൊക്കെ പറഞ്ഞ ഫീ ഇല്ല, നമുക്ക് ഫ്രീ ആയിട്ട് ഇല്ല. ഒന്നില്ലെങ്കിൽ ഇതിന്റെ പുറകില് സ്റ്റെപ്പ് കയറി ഏറ്റവും മേളിലെത്താൻ പറ്റും. അതിന് എത്രയോ 3-4 യൂറോയാണ്. പക്ഷെ ലിഫ്റ്റ് ഒന്നും ഇല്ല, നമുക്ക് സ്റ്റെപ്പ് തന്നെ കയറണം. അത് ലേശം ബുദ്ധിമുട്ടാ. നമുക്ക് വേറൊരു വ്യൂ ഉണ്ട് പാലത്തിന്റെ അപ്പുറം. അതൊരു കെട്ടിടത്തിന്റെ മേളിൽ ലിഫ്റ്റ് ഉണ്ട്. അത് 5 യൂറോയോ 4 യൂറോയോ സംതിങ്ങേ ഉള്ളൂ. നിങ്ങൾക്ക് ബ്രോയ്ക്ക് താല്പര്യം ഉണ്ടെങ്കിൽ നമുക്ക് പള്ളിക്കകത്ത് കയറാം. ഫ്രീ എൻട്രി ആണ്. ഓക്കെ, ലെറ്റ്സ് ഗോ. തീർച്ചയായിട്ടും. തണുപ്പ് കുറവാണോ? ഇന്ന് തണുപ്പ് ഭയങ്കര കൂടുതലാണ്. ഇന്നും ഇന്നലെയൊക്കെ ആയിട്ട്. ഞാൻ വന്ന ദിവസം ഇങ്ങനെയൊന്നും ആയിരുന്നില്ല. ബെർലിനിലെ മരിക്കുമായിരുന്നു. 2 ഇരട്ടി ഉണ്ടായിരുന്നു. അയ്യോ, ഇതാണ് കൊളോൺ ഡോം. ഇവിടുത്തെ ഓൾമോസ്റ്റ് എല്ലാ പള്ളികളുടെ എല്ലാ ലുക്കും ഇത് തന്നെയാണ് ഓൾമോസ്റ്റ്. ഇതിന്റെ അകത്തേക്ക് പോകാനാണെങ്കിൽ ഇങ്ങനെ പോകുന്നു. നമുക്ക് ഇത് ചുറ്റും ചുമ്മാ ഒന്ന് കാണാനുള്ളതുണ്ട്. കഥകൾ അറിയാവുന്നവർക്കും ചരിത്രം അറിയാവുന്നവർക്കും ഒത്തിരിയേറെ പറയാനും ഉണ്ട്, അറിയാനും ഉണ്ട്. അതിന് ഇൻട്രസ്റ്റഡ് ഉള്ളവർക്ക്. നമുക്ക് വലിയ താല്പര്യമില്ലാത്തതുകൊണ്ട് നമ്മൾ ഇതിനെപ്പറ്റി ഒത്തിരി അന്വേഷിക്കാറില്ല. ഈ പള്ളിയുടെ അകത്ത് കോൺസേർട്ടുകൾ നടക്കും. അത് ക്രിസ്ത്യൻ ഡിവോഷണൽ കോൺസേർട്ട് എന്നുള്ള രീതിയിൽ. പണിയുടെ ശബ്ദമാണല്ലോ കേൾക്കണത്. അതെ, ഇവിടെ സ്ഥിരം പണികൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. ഇതിന്റെ ഏറ്റവും മേളിലൊക്കെ ഇൻസ്റ്റാഗ്രാമിൽ കുറെ വീഡിയോസ് കാണാറുണ്ട് ഇടയ്ക്കിടയ്ക്ക്. ഇതിന്റെ പണികൾ നടക്കുമ്പോൾ എന്താണ് ഏറ്റവും മേളിലത്തെ കുരിശ് ഇവര് മാറ്റും. ഓരോരോ സാധനങ്ങൾ മാറ്റി ഇങ്ങനെ കൊണ്ടുപോകുന്നത്. ഇതാണ് ഇവിടുത്തെ അൾത്താര. അതാ സൈഡില്. നമ്മുടെ അവറാച്ചനൊക്കെ വന്നിറങ്ങി ഇതിന്റെ ചരിത്രം കുറച്ചുകൂടി അവറാച്ചൻ അറിയായിരിക്കും. ഇത് ഇതാണോ? ഇതിവിടെ എനിക്കറിയത്തില്ല കേട്ടോ, സത്യം പറഞ്ഞാല്. വേണമെങ്കിൽ നമുക്ക് തട്ടി വിടും. വേണമെങ്കിൽ ഒരു തള്ളങ്ങ് തള്ളാം. ഇവിടെ അന്ന് പള്ളി പണിതപ്പോ മരിച്ചു വീണ ആരെങ്കിലും ആയിരിക്കണം. എനിക്കറിയത്തില്ല കേട്ടോ, അറിയത്തില്ല. തള്ളിയിട്ടും കാര്യമില്ലല്ലോ. എന്താ ഇവര് ശരിക്കും ജർമ്മൻസ് എന്താ പറയണേ ഈ പള്ളിനെ പറ്റി? ഇത് ലോകം അവസാനിക്കുന്നു പണി തന്നാല്. ഇവിടുത്തെ ഏതെങ്കിലും ജർമ്മൻസിനോട് ചോദിച്ചാലാണ് അവർ ഇതുപോലത്തെ കഥകൾ തട്ടിവിടുക. അവര് ഭയങ്കര അന്ധവിശ്വാസമാണോ? ചിലരൊക്കെ നമ്മുടെ നാട്ടിലും ഇല്ലേ, ഏതാണ്ട് രാത്രി കോഴി കൂവിയാല് അങ്ങനെ എന്തൊക്കെയൊക്കെ പറഞ്ഞ് അതേപോലെയൊക്കെ ചെറിയ ഞാൻ ഒരു വീഡിയോ കാണിച്ചു തരാം. ഈ സംഭവം പണി പൂർത്തിയാവുന്നതിൻ്റെ അന്ന് വേൾഡ് അവസാനിക്കുമെന്നാണ് ഇവിടെ ഉള്ളവർ വിശ്വസിക്കുന്നത്. ഈ കത്തീഡ്രല് ഡെവിളിന്റെ ഡിസൈൻ ഇൻസ്പയർഡ് ചെയ്തിട്ടുണ്ടാക്കിയെന്ന് പറയപ്പെടുന്നുണ്ട് കേട്ടോ. 1200-ൽ ജർമ്മനിയിലെ കൊളോൺ എന്ന ടൗണിൽ ഈ കാണുന്ന കത്തീഡ്രലിന്റെ കൺസ്ട്രക്ഷൻ ആരംഭിക്കാമെന്ന് തീരുമാനിച്ചു. എന്നാൽ ഇതിന്റെ ആർക്കിടെക്ടിന് എത്ര ആലോചിച്ചിട്ടും ഒരു നല്ലൊരു ഡിസൈൻ കിട്ടുന്നില്ല. ഇത് മനസ്സിലാക്കിയ ഡെവിൾ പിശാജ് ഇയാളുടെ മുന്നിൽ ഒരു മനുഷ്യനായി വന്ന് ഒരു ഡിസൈൻ കൊടുത്തു. പകരമായി ആർക്കിടെക്ടിന്റെയും ഫാമിലിയുടെയും സോൾ ലൈഫ് തന്നെ തിരിച്ചു ചോദിച്ചു.
ഡെവിളിന്റെ ഡീൽ ഇതാണ്: 3 വർഷത്തിനുള്ളിൽ ഈ സംഭവം പണിഞ്ഞു തീർക്കാൻ സഹായിക്കാം. അതിന്റെ പിറ്റേ ദിവസം കോഴി കൂകുന്നതിന് മുന്നേ ഇവരുടെ ലൈഫ് എടുക്കും. അങ്ങനെ കൺസ്ട്രക്ഷൻ ആരംഭിച്ചു. അതിവേഗം പണിഞ്ഞു തീരാറായി, അതും 3 വർഷത്തിനുള്ളിൽ തന്നെ. അതോടെ നമ്മുടെ ആർക്കിടെക്റ്റിന് ഭയങ്കരമായിട്ട് വിഷമവും പേടിയൊക്കെ വന്നു. ആർക്കിടെക്റ്റിന്റെ ഭാര്യ ഇതറിഞ്ഞ് ഈ ഡെവിളിനെ ട്രിക്ക് ചെയ്യാനുള്ള ഒരു സൊല്യൂഷൻ ആലോചിച്ചു. ഫാസ്റ്റ് ഫോർവേഡ് 3-ാം വർഷത്തെ അവസാന ദിവസം ഇന്ന് തീരാൻ പോവുകയാണ്. ഇനി ഒരു കല്ലൂടെ വച്ചു കഴിഞ്ഞാൽ കൺസ്ട്രക്ഷൻ കഴിഞ്ഞു. അതിനു മുന്നേ ആയിട്ട് വൈഫ് കോഴിയെ പോലെ മിമിക് ചെയ്ത് കൂകാൻ തുടങ്ങി. ഇത് കേട്ട് മറ്റു കോഴികളും നേരം വെളുത്തുവെന്ന് വിചാരിച്ച് നിരത്തി കൂവാൻ തുടങ്ങി. അതിനുശേഷം അവസാനത്തെ കല്ല് വെച്ച് പണി പൂർത്തിയാക്കി. കോഴി കൂകുന്നതിന് മുന്നേ പണി തീർത്ത് ജീവൻ എടുക്കും എന്നായിരുന്നല്ലോ ഡീൽ. അത് നടക്കാതെ വന്നതോടെ ഡെവിളിന്റെ ഡീൽ ഇൻവാലിഡ് ആയി. ഇത് മനസ്സിലാക്കിയ ഡെവിൾ ദേഷ്യത്തിൽ കത്തീഡ്രലിന്റെ ഒരു വശം തകർത്ത് കളഞ്ഞു. എന്നിട്ട് ഇങ്ങനെ കേസ് ചെയ്തു: കത്തീഡ്രലിന്റെ കൺസ്ട്രക്ഷൻ ഒരിക്കലും പൂർത്തിയാകില്ല. ഇനി എങ്ങാനും പൂർത്തിയായാൽ അന്ന് വേൾഡ് തന്നെ അവസാനിക്കും. പള്ളിയാണേലും ആൾക്കാർ പ്രാർത്ഥിക്കുന്നതിനേക്കാളും ഇത് കാഴ്ചകൾ കാണാനും ആ ഒരു ഇതിനും വേണ്ടിയിട്ടാണ് വരുന്നത്. പിന്നെ നമ്മുടെ നാട്ടിലെ വേളാങ്കണ്ണി മാതാവൊക്കെ പോലത്തെ ഒരു മാതാവ്. ആൾക്കാര് ഗേറ്റിനോട് ലോക്ക് ചെയ്തിരുന്നില്ലേ? അത് തന്നെ, അതാണ് ലവ്ലോക്ക്. പക്ഷെ നമ്മുടെ കൊളോണിലാണ് അത് മെയിൻ ആയിട്ട് തുടങ്ങിയെന്നൊന്നും ഞാൻ പറയുന്നില്ല. എന്നാലും കുറച്ചുകൂടി പ്രസിദ്ധമായിട്ടുള്ളത് കൊളോണിലെ ലവ്ലോക്കാണ്. നമ്മുടെ റൈൻ ബ്രൂക്ക്, റൈൻ പാലം. റൈൻ എന്ന് പറഞ്ഞാൽ നമ്മുടെ യൂറോപ്പിലെ ഏറ്റവും വലിയ നദി. യൂറോപ്പിലാണോ ജർമ്മനിയിലാണ്? പൊട്ടത്തരല്ല ഞാനിപ്പോ വിളിച്ചു പറഞ്ഞത്. ഇപ്പൊ ജർമ്മനിയിലെ മതി. ജർമ്മനിയിലെ തന്നെ ഏറ്റവും വലിയ നദി റൈൻ. അപ്പൊ ആ നദിയുടെ കുറുകെ നമ്മുടെ കൊളോണിൽ 7 പാലമുണ്ട് ടോട്ടല്. അപ്പൊ ഇതിലെ ഒരു മെയിൻ പാലമാണ് നമ്മുടെ ഈ ട്രെയിനിനെ എല്ലാം ബന്ധിപ്പിക്കണ. അതിനൊരു പേരുണ്ട്, ഞാനത് ടൈപ്പ് ചെയ്തിടാം, അതായിരിക്കും നല്ലത്. പറഞ്ഞാൽ ഉച്ചാരണം ശരിയാവില്ല. അപ്പൊ അവിടുത്തെ ആ കമ്പിയില് ഇവിടെ ഓരോരോ ലോക്ക് ഇട്ട് വെച്ച്, ലോക്കിട്ട് പൂട്ടിയിട്ട് ആ താക്കോലെടുത്ത് ആ നദിയിലേക്ക് എറിയും. അവരുടെ ബന്ധം ദൃഢമായിക്കൊള്ളും എന്നുള്ള വിശ്വാസത്തിലൊക്കെയാണ്. ജുനൈസിക്കും വേണമെങ്കിൽ ചെയ്യണമെങ്കിൽ ലോക്ക് വാങ്ങിച്ച് ഒരെണ്ണം ഇടാവുന്നതാണ്. കൊളോണിന്റെ വല്ല സൊവനീറും വാങ്ങിക്കണമെന്നുണ്ടെങ്കിൽ ഈ കടയിൽ കയറി വാങ്ങിക്കാം. 5 യൂറോ തൊട്ട് 3 യൂറോ തൊട്ട് കിട്ടും. വാങ്ങിക്കുന്നുണ്ടോ? ഇല്ല. തലവേദന ഭയങ്കര. തണുപ്പ് നല്ല തണുപ്പാണ്. ഇന്നിപ്പോ -3 ഫീൽസ് ലൈക്ക് -5 വരെ പോവും. ഇതിനിടയിലെന്തോ ഇതിന്റെ ഇടയിൽ വലിയൊരു ഹോളാണ്. അപ്പൊ ഇതിന്റെ മേളിൽ കൂടെ നമ്മൾ നടക്കാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഈ സെക്യൂരിറ്റീസ് ഇവിടെ നിൽക്കുന്നത്. ഇതിന്റെ അടിയിൽ ഇപ്പോൾ ഒരു പ്രോഗ്രാം, കോൺഫറൻസോ അല്ലെങ്കിൽ കോൺസെർട്ടുകളോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ നടക്കുമായിരിക്കും. നമ്മളിവിടെ കിടന്ന് ചാടുക ഓടുകയെന്ന് പറഞ്ഞാൽ അതവിടെ ഓരോ വേരിയേഷൻ. പള്ളിയുടെ അല്ല, ഇത് പ്രൈവറ്റ് പരിപാടികളാണ്. ഇതാണ് പറഞ്ഞ റൈൻ നദി. നമ്മുടെ ലവ് ലോക്കുകൾ. ഇവിടെ ഒരു വെള്ളിയാഴ്ച ശനിയാഴ്ച ഒക്കെ ആകുമ്പോഴത്തേക്കും ആൾക്കാർ കൊണ്ട് നിറഞ്ഞ് കവിഞ്ഞ് ഒരു രക്ഷയില്ലാതെ വരും. ഈ വരി മുഴുവൻ നമ്മുടെ ലവ് ലോക്കുകളാൽ സമ്പൽ സമൃദ്ധമാണ്. ഇവിടെ നിന്നുള്ള നമ്മുടെ പള്ളിയുടെ വ്യൂ ഇത് നൈറ്റിലൊക്കെ വരുമ്പോഴത്തേക്ക് അടിപൊളിയാട്ടോ. നല്ല തണുപ്പായതുകൊണ്ട് മൂക്കിക്കൂടെയൊക്കെ വെള്ളം അങ്ങോട്ട് ഒലിച്ചിറങ്ങുന്നു. നമ്മുടെ റൈൻ റിവർ ഇവിടെ നമുക്ക് തന്നെ വന്നിരിക്കുമ്പോഴൊക്കെ ഒരു പ്രത്യേക രസമാണ്. ജുനൈസ് ബ്രോ അവിടെ ഫോട്ടോ എടുത്ത് എൻജോയ് ചെയ്യുകയാണ്. അതിൻ്റെ അകത്ത് വേണമെങ്കിൽ ഓരോരുത്തരുടെ പേര് ഇവിടെ എഴുതിയിട്ട് ഇതുണ്ടല്ലേ, റാമി പ്ലസ് രഹം 15/9/2024. റൈൻ നദി. ഇത് ഭയങ്കര പോപ്പുലർ ആയിട്ടുള്ള നദിയാ. ഇത് ഒരു സമയത്ത് ഈ താക്കോലെല്ലാം കയറി വെയിറ്റ് താങ്ങാതെ വരുമ്പോഴത്തേക്കും ഇവിടുത്തെ ഗവൺമെന്റ് വന്ന് ഇതെല്ലാം അഴിച്ചു പറിച്ച് കണ്ടിച്ചുകൊണ്ടേ കളയും. അതുകൊണ്ട് പിന്നെ ഫില്ലാവും. ഇല്ലീഗൽ അല്ല, ഇത് ഇവിടുത്തെ ഒരു ട്രഡീഷൻ, കൾച്ചറായിട്ട് മുമ്പോട്ടേക്ക് പോണതാണ്. ഈ കാണുന്ന കെട്ടിടത്തിന്റെ മേളീന്ന് നോക്കിയാൽ നല്ല വ്യൂ ആയിരുന്നു. ഇനിയിപ്പോ ജോയ്സ്ബർഗ് താല്പര്യമുണ്ട് എന്നുണ്ടെങ്കിൽ മാത്രമേ നമ്മൾ അങ്ങോട്ടേക്ക് പോകുന്നുള്ളൂ. ഞാൻ 2-3 വട്ടം പോയി കണ്ടിട്ടുള്ളതാണ്. ഇതാണ് നമ്മുടെ ഐസ് ട്രെയിൻ. ഏറ്റവും വില കൂടിയ, ഏറ്റവും സ്പീഡുള്ള ട്രെയിൻ. നമ്മുടെ 49 യൂറോ ടിക്കറ്റ് അല്ല 58 യൂറോ ടിക്കറ്റ് ഇതിനും കൂടെ അലവ് ചെയ്യുവായിരുന്നെങ്കിൽ എന്ത് സുഖമായിരുന്നു. അങ്ങനെ ഇതാൽ ഗവൺമെന്റ് മുടിഞ്ഞു പോവും. ആഹാ, നമ്മുടെ കൊളോണിന്റെ സ്വന്തം അഹങ്കാരം. കൊളോണിന്റെ മാത്രമല്ല കേട്ടോ, NRVയുടെ സ്വന്തം അഹങ്കാരം RRX ട്രെയിൻ. നല്ല വൃത്തിയും നല്ല വെടുപ്പും നല്ല മാന്യതയും നല്ല സംസ്കാരവും എല്ലാമുള്ള ഒത്തുണങ്ങിയ ഗജ ഗംഭീരം
ഗംഭീരൻ. ജെനിസ്പ്രോ ഓരോരോ ഷോട്ടുകൾ എടുത്തെടുത്ത് നടക്കുകയാണ്. നമ്മള് ഈ വഴി നേരെ പോയി. ബ്രോയ്ക്ക് താല്പര്യം ഉണ്ടെന്നുണ്ടെങ്കിൽ അതിന്റെ മേളിൽ കയറാം, ഇല്ലെങ്കിൽ ദേ അതിന്റെ സൈഡിൽ കൂടെ പോയി നമ്മൾ ദേ ആ പാലത്തിൽ കൂടെ. ഹയാത്താണോ അത്? അത് ഹോട്ടൽ ഹയത്താണ്. ഹയാത്തിന്റെ മുകളിലാണോ? ഹയത്തിന്റെ മേളിലല്ല, ഹയത്തിന്റെ പുറകിൽ ഒരു കൊളോൺ വ്യൂ എന്ന് പറഞ്ഞൊരു ഇതുണ്ട്. ആ വലിയ കുറ്റി പോലെ നിൽക്കണ കേട്ടോ, അതത്. ഇന്നിപ്പോ റൈൻ റിവറിൽ ഭയങ്കരമായിട്ട് വെള്ളം കൂടുതലാണ്. വെള്ളം കൂടുതലാണ്, ഇത് ഓവറാണ്. ഇത്ര ഉണ്ടാവാറില്ല. അതുകൊണ്ട് നമ്മുടെ ആൾക്കാരുടെ സേഫ്റ്റിക്ക് വേണ്ടിയിട്ട് ഇതേ ആ സ്റ്റെപ്പിന്റെ അവിടെയൊക്കെ ക്ലോസ് ചെയ്തിട്ടേക്കുക. നോർമലി നമുക്ക് അതിന്റെ താഴത്തേക്ക് ഒത്തിരി സ്റ്റെപ്പുകളുള്ളതാണ്, നമ്മൾ അവിടെയൊക്കെ പോയി ഇരിക്കാറുള്ളതായിരുന്നു. യൂറോപ്പ് പിടിക്കണ്ട, ജർമ്മനിയിൽ തന്നെ ഏറ്റവും കൂടുതൽ നമ്മുടെ വാട്ടർ ട്രാൻസ്പോർട്ടേഷൻ നടക്കുന്നത് ഈ റൈൻ റിവർ വഴിയാണ്. ഇതിപ്പോ ഏതാ, കോണ്ടാർഗോ വാട്ടർവേ ലോജിസ്റ്റിക്സ്. നോർമലി നമ്മളെല്ലാരും നമ്മുടെ ലോക്ക് വെച്ച് പൂട്ടിടും. ഇത് ലോക്ക് കിട്ടാത്തോണ്ടാന്ന് തോന്നുന്നു, നമ്മുടെ സൈക്കിളിന് ഇരിക്കുന്ന വടം നമ്മുടെ വലിയ ലോക്ക് വെച്ചാണ് ഇവിടെ പൂട്ടിട്ടേക്കണത്. കൊള്ളാം, എന്തായാലും വെറൈറ്റി ആയിട്ടുണ്ട്. ജനൈസ്പ്രോയ്ക്ക് ലോക്ക് കണ്ട് കുറച്ചുകൂടി അങ്ങോട്ട്, അതാ ഞാൻ പറഞ്ഞത്, ഒരെണ്ണം അങ്ങോട്ട് വാങ്ങിച്ചങ്ങോട്ട് ഇടുന്നേ. അല്ല, ഇത് ഭയങ്കര ഒരു രസം കാണാൻ. ലോക്കാണെന്ന് പറയില്ല കാണാൻ. ഓ, മറ്റേ കളർ കോമ്പിനേഷൻ ഉള്ളതുകൊണ്ട് രസമുണ്ടല്ലോ അല്ലെ. നമ്മളിങ്ങനെ അടുത്ത് പോയി തൊട്ട് നോക്കുമ്പോഴാണ് ലോക്കാണെന്ന് മനസ്സിലാവും. അല്ലെങ്കിൽ മറ്റേ അവിടെ കണ്ടോ ഒരു വാളിങ്ങനെ രസമുള്ള ഭംഗി, വെയിലും കൂടി അടിക്കണോണ്ട് ഒരു രസമുണ്ടല്ലോ അല്ലെ. വെയിലടിക്കുന്നുണ്ടായിരിക്കും. ഇങ്ങനെയുള്ള ലോക്കറ്റുകൾ ഇവിടെ വാങ്ങിക്കാൻ കിട്ടും അല്ലെ, അല്ലെങ്കിൽ ലോക്കുകളും. ഞാൻ പറഞ്ഞില്ല ഒരു കട സുവനീർ, അവിടെ ഇതുപോലത്തെ ലോക്കറ്റുകൾ കിട്ടും. നമുക്ക് പേരെഴുതി വാങ്ങിക്കാം, അല്ലെങ്കിൽ നമുക്ക് എവിടെ നിന്നെങ്കിലും കൊണ്ടുവന്നിട്ട് മാർക്കർ വെച്ചോ വൈറ്റ്നർ വെച്ചോ അഡ്ജസ്റ്റ് ചെയ്ത് സെറ്റ് ചെയ്യാം. ഇതൊരു നല്ലൊരു ഫോട്ടോ സ്പോട്ടാണ്. രാത്രിയിലാണെങ്കിൽ പോലും നൈസാണ് ഇവിടുന്ന് കാണാനായിട്ട്. ഇല്ലില്ല, ഇവിടെ നമ്മുടെ ശരവണ ഭവനുണ്ട്. ഞാൻ ബെർലിനിലുണ്ടല്ലോ. ഇവിടെ ഇപ്പൊ ഇതിന്റെ റീച്ച്, ശരവണ ഭവന്റെ ഒക്കെ റീച്ച് ഒക്കെ കുറഞ്ഞു. ഇത് തുടങ്ങിയ സമയത്ത് ഭയങ്കര ആൾക്കാരായിരുന്നു. നമ്മളവിടെ പോയി ക്യൂ നിന്നാലായിരുന്നു നമുക്ക് ഇവിടെ കയറാൻ പറ്റുണ്ടായിരുന്നുള്ളൂ. ഇപ്പൊ എപ്പ ചെന്നാലും നമുക്ക് കയറാം. നേരത്തെ നമുക്കിത് ഇതിന്റെ താഴെയൊക്കെ നമുക്ക് ഇറങ്ങി നടക്കാറുണ്ട് ബ്രോ. ഇവിടത്തെ ബാരിക്കേഡ് വെച്ച് അവരെ സ്റ്റോപ്പ് ചെയ്തേക്കുക. ആ സ്റ്റെപ്പ് താഴത്തേക്ക് ഒത്തിരി ഉണ്ട്. ഇതൊക്കെ നമ്മുടെ നാട്ടിലാണെങ്കിൽ നമ്മൾ വെള്ളത്തിൽ കാണാനും അല്ലെങ്കിൽ വേല ഇതാ തടിയെന്ന് പറഞ്ഞ് ഇറങ്ങി നടക്കും. ഇവിടെ സമ്മതിക്കൂല, അപ്പൊ തന്നെ ഫൈൻ അടിച്ച് കിട്ടും. ഇപ്പൊ എത്ര യൂറോപ്യൻ രാജ്യം സഞ്ചരിച്ചു? ഓൾമോസ്റ്റ് ജർമ്മനി, ഫ്രാൻസ്, ഇറ്റലി, സ്പെയിൻ, ഓസ്ട്രിയ, UK. അപ്പൊ 6. അടിപൊളി. ഈ 6 രാജ്യത്തിലും കൂടെയും കൂട്ടിയിട്ട് ഒറ്റ നോട്ടത്തിൽ ഒരു ഫസ്റ്റ് ഇംപ്രഷൻ എന്ന് പറയുവാണെങ്കിൽ ഏത് രാജ്യമായിരിക്കും ഇഷ്ടപ്പെട്ടത്? ഇപ്പൊ പെട്ടെന്നൊരു മൈഗ്രേഷന് നമുക്ക് മനസ്സിൽ തോന്നുന്നു. അപ്പോ ഇവിടെയൊക്കെ ഞാൻ പോയിട്ടുണ്ട്, അതുകൊണ്ട് നാളെ ഇല്ല ഉണ്ടാവില്ല. ചിലപ്പോ ഇനി അങ്ങനെ ഫ്യൂച്ചറിൽ തോന്നിയാൽ UK. അത് ശരിക്കും അങ്ങോട്ട് ബോധിച്ചു എന്ന് തോന്നുന്നു. ഞങ്ങൾ തൽക്കാലം കൊളോൺ പര്യടനം നിർത്തുന്നു. ജെനിസ്പ്രോയ്ക്ക് ഇത്ര ദിവസത്തെ ഓട്ടത്തിന് ക്ഷീണമാണ്, അതുകൊണ്ട് നിർത്തുന്നു. ഇപ്പൊ നമ്മുടെ കാറും കൊണ്ട് ഇപ്പൊ കെവിൻ വരും. നമ്മൾ അത് കഴിഞ്ഞ് നമ്മുടെ മുപ്പട്ടാല് ഷേവേബാൻ നമ്മുടെ ഹാങ്ങിങ് ട്രെയിനിലേക്ക് നമ്മൾ പോവുകയാണ്. അതുകൂടി ആളെന്ന് എക്സ്പീരിയൻസ് ചെയ്യിപ്പിച്ചിട്ട് നമുക്ക് ലഞ്ചും കഴിച്ച് ആളെ നമുക്ക് പറഞ്ഞു വിടാം. എന്തായാലും നമ്മുടെ കൊളോണിന്റെ ബ്യൂട്ടി നമ്മുടെ ഈവനിങ് ഒക്കെ വന്നാൽ ഇത് ശരിക്കും കുറച്ചുകൂടി നല്ല രീതിയിൽ വിസിബിൾ ആകും. അങ്ങനെ എന്നെയും ജുനൈസിക്കേനെയും തൂക്കാനായിട്ട് കെവിൻ എത്തിക്കാറുകൊണ്ട് ഞങ്ങളിനി നേരെ ഷെവേബാനിലേക്ക് പോവുകയാണ്. ജുനൈസിക്കേനെ ഹാങ്ങിങ് ട്രെയിനിലേക്ക് പോയി കയറ്റാൻ. ജുനൈസിക്ക സൈക്കിൾ ബാലൻസ് ഉണ്ടല്ലോ അല്ലെ? അതുണ്ടെങ്കിലാണ് മറ്റേ നമ്മുടെ ഹാങ്ങിങ് ട്രെയിനിൽ കയറാൻ പറ്റുള്ളൂ, ബാലൻസ് ചെയ്യാൻ പറ്റുള്ളൂ. വെറുതെ നമ്മൾ മുപ്പട്ടാൽ വൊഹിങ്കൽ എന്ന് പറഞ്ഞ സ്ഥലത്തേക്ക് പോകുന്നു. അവിടുന്ന് നേരെ നമ്മുടെ ബാൻകേറി മുപ്പട്ടാൽ ഹൗബാനോഫിലേക്ക് ഇറങ്ങി അവിടുന്ന് അടുത്ത സ്റ്റോപ്പിലേക്ക്. അങ്ങനെ നമ്മൾ ഫൈനലി നമ്മുടെ മുപ്പട്ടാൽ വൊഹിങ്കൽ നമ്മുടെ ഷെവേബാൻ തൂങ്ങിക്കിടക്കുന്ന ട്രെയിനിൽ കയറാൻ എത്തിയിരിക്കുകയാണ്. ജുനൈസ് ബോ,
ജുനൈസ് ബ്രോ എക്സൈറ്റഡ് ആണോ? ഓക്കെ, എടാ ഇവിടെ ഇറങ്ങണോ അതോ? ഓക്കെ, ഇതാണ് നമ്മുടെ ഒരെൻ്റെ ഇവിടെ, മറ്റേ എൻ്റെ അങ്ങേറ്റത്ത്. ആ ഭാഗമൊക്കെ ഇതിൻ്റെ അകത്ത് വെച്ചാൽ മതി. എടാ പച്ചാടാ, നമുക്ക് വേറെ വണ്ടിയുണ്ട്. ആ വണ്ടി അതെ, അമ്മച്ചി കേറണേ ഉള്ളൂ. വേണമെങ്കിൽ നമുക്ക് അങ്ങോട്ടേക്ക് പോകാം. സമയം ഉണ്ടാവോ? എല്ലാം 4 മിനിറ്റിലുണ്ട്. ഫോട്ടോ 5 മിനിറ്റ്. അന്നാ ഇത് പോയിട്ട് പോവാം. ഇത് ഇവിടുത്തെ വേസ്റ്റ് കൊണ്ടുപോകുന്ന വണ്ടിയാണ് കേട്ടോ. നമ്മുടെയൊക്കെ നാട്ടിലെ മുനിസിപ്പാലിറ്റിക്കാർ വന്ന് വേസ്റ്റ് കൊണ്ടുപോകട്ടെ. അതേപോലെ തന്നെ നമ്മുടെ ഷേവാൻ വെള്ള വേസ്റ്റ് വണ്ടി അവിടെ. ഇതാണ് നമ്മുടെ പൂപ്പട്ടാൽ ഷേവാനിലേക്ക് കയറാനുള്ള വഴി. നമുക്ക് നമ്മുടെ 49 യൂറോ, അതായത് നമ്മുടെ 58 യൂറോ ടിക്കറ്റ് വെച്ച് നമുക്ക് ഇതില് ജോയിൻ ചെയ്യാവുന്നേ ഉള്ളൂ. ഒത്തിരി ടൂറിസ്റ്റ് ആൾക്കാർ ഇത് കാണാനൊക്കെ ആയിട്ട് വരാറുണ്ട്. നമുക്ക് ഏറ്റവും പുറകിലത്തെ സീറ്റ് പിടിക്കാം മാക്സിമം. എല്ലാം 3 മിനിറ്റ് 4 മിനിറ്റിലും വണ്ടിയുണ്ട് കേട്ടോ. നമ്മൾ അടുത്ത വണ്ടിക്ക് വേണ്ടി വെയിറ്റിംഗ് ആണ്. ഇപ്പം എത്തുമെന്ന് പ്രതീക്ഷിക്കുന്നു. ഒരു ട്രെയിൻ വന്നു, ബൊഹിങ്കൽ. ഇത് നമ്മുടെ അങ്ങേ സ്റ്റേഷനിൽ നിന്ന് ആൾക്കാരെ പിക്ക് ചെയ്ത് ഇങ്ങോട്ടേക്ക് വരുന്നതാണ്. ആൾക്കാർ ഇപ്പം ആ സ്റ്റോപ്പിൽ ഇറങ്ങും. ആ സ്റ്റോപ്പിലുള്ള ആൾക്കാർ ഇറങ്ങിയിട്ട് സാധനം ഇതീ കൂടെ വട്ട് ചുറ്റി നമ്മുടെ മുമ്പിലേക്ക് വരും. ആ വണ്ടി ഓടിച്ചു കളയാൻ തുടങ്ങി. ജർമ്മനിയിൽ വേറെ എവിടെ ഇല്ലല്ലേ? ജർമ്മനി വേറെ എവിടെയില്ല. നമ്മുടെ മെയിനായിട്ട് ജർമ്മനിയിൽ പൂപ്പട്ടാലാണ് ഇതിനു വേണ്ടി അറിയപ്പെടുന്നത്. ടെക്നിക്കൽ വശങ്ങളൊക്കെ നോക്കിയത് നമ്മൾ ഏറ്റവും പുറകിൽ തന്നെയാണ് കയറാൻ നോക്കുന്നത്. അയ്യോ, ഈ വാതിലിന്റെ അങ്ങോട്ടേക്ക് ഇതല്ല വാതില്. അവസാനത്തെ വാതില്, അവസാനത്തെ സീറ്റ്. കിട്ടണം. കിട്ടിയില്ലെങ്കിൽ മൂഞ്ചി. കിട്ടി. അവസാനത്തെ ഇതിൽ വന്നിരുന്ന നമുക്ക് വ്യൂ കാണാം. അപ്പുറം ആർക്കും കൊടുക്കണ്ട സ്ഥലം. അപ്പോൾ ഞാനും ജുനൈസ് ബ്രോയും കൂടെ നമ്മുടെ ഷേവാന്റെ ഏറ്റവും പുറകിലത്തെ സിറ്റി വന്നിരിക്കുന്നു. അതാകുമ്പോൾ നമുക്ക് നല്ല വ്യൂ കൂടി കിട്ടും. അതുകൊണ്ട് കാറുമായിട്ട് കെവിൻ നമ്മുടെ ഹൗപ്പാനോഫ് നമ്മുടെ മെയിൻ സെൻട്രൽ സ്റ്റേഷനിൽ ഉണ്ടാവും. ഞാൻ വണ്ടി എടുത്തു. നമ്മൾ ആ താഴെ നിന്ന് കണ്ട വ്യൂ ഇപ്പൊ നമ്മൾ മേളിൽ നിന്ന് വീക്ഷിക്കുകയാണ്. എന്ത് തോന്നുന്നു? ഒന്ന് എണീറ്റ് നിന്നാലും ചിലപ്പോ കാലൊക്കെ ഒന്ന് വിറയ്ക്കും ചിലപ്പോ. എത്ര സ്റ്റോപ്പ്? ഒരു 4-5 സ്റ്റോപ്പ് ഉണ്ട്. സ്റ്റോപ്പാണോ അതോ സ്റ്റാർട്ടിങ് എവിടെയാണോ? അത് സ്റ്റാർട്ടിംഗ് ആണ്. ആ സ്റ്റാർട്ടിങ് നമുക്ക് കയറാം. ഇപ്പൊ എല്ലാ സ്റ്റോപ്പിലും വണ്ടി നിർത്തും. പൂപ്പട്ടാലിൽ താമസിക്കുന്നവർക്ക് ഇതൊരു കൗതുകമായിരിക്കില്ല, പക്ഷെ വേറെ സ്ഥലത്തൊന്നും വരുന്നവർക്കൊക്കെ ഇതിന് ഭയങ്കര കൗതുകമാണ്. പൂപ്പട്ടാലിന്റെ ചരിത്രം പറഞ്ഞ് വേറൊരു വീഡിയോ യൂട്യൂബിൽ കിടക്കുന്നുണ്ട്. അത് കാടിലാഡ് ചെയ്യാം, താല്പര്യമുള്ളവർക്ക് അത് കാണൂ. ചരിത്രം ആദ്യം പറഞ്ഞ ആനയുടെ ചരിത്രം. അതുകൊണ്ടാണ് ഇത് ഉണ്ടാക്കിയത്? അല്ല, ഇത് ഉണ്ടാക്കിയത് ട്രാൻസ്പോർട്ടേഷൻ ഈസി ആക്കാൻ വേണ്ടിയിട്ടാണ്. ആനേനെ ഉമ്മാരി ഇതിനകത്ത് ചുമ്മാ കുത്തി കയറ്റിയതാണ്, ഒരാവശ്യമില്ലാതെ. ആനക്കുഞ്ഞ് എന്നിട്ട് പേടിയായിട്ട് താഴത്തേക്ക് ചാടി. നമുക്ക് ഇത് കുറച്ച് കഴിയുമ്പോഴത്തേക്കും കനാലിന്റെ മേളിൽ കൂടെ പോകും. ഇതിനെങ്ങാണ്ട് 100 കൊല്ലത്തിന്റെ പഴക്കമുണ്ട് ടോട്ടല്. അവര് റിനോവേറ്റ് ചെയ്തെടുക്കും. 100 കൊല്ലം 1900 എത്രയിലെങ്ങാണ്ട്. ഗൂഗിളിൽ കുറെ ഇൻഫർമേഷൻ ഉണ്ട് കേട്ടോ. ഞാനും അവിടെ നിന്നാണ് ഇത് കണ്ടെത്തിയത് കേട്ടോ. ഇതാണ് നമ്മുടെ മെയിൻ കനാല്. ഇവിടുത്തെ മഴക്കാലം എന്ന് പറയുന്നത് മെയിനായിട്ട് ഏപ്രിൽ, മെയ്, ജൂൺ, ജൂലൈ ഒക്കെയാണ്.
അപ്പൊ ആ സമയത്ത് ഈ കനാലില് നിറച്ച് വെള്ളമായിരിക്കും, വെള്ളത്തിന്റെ അയറ് കളി. കനാലിലോട്ട് വരണം പോവും. കനാലിലേക്ക് എങ്ങനെ കനാലില് അല്ലെന്നേ, ഇത് മെയ് ജൂൺ ജൂലൈ ആ ഒരു സമയത്താണ് ഇവിടുത്തെ മഴക്കാലം. മെയ് ജൂണിലൊക്കെ ഭയങ്കര മഴയായിരിക്കും. അന്നൊക്കെ ഈ കനാല് ശരിക്കും നിറച്ച് വെള്ളമാവും. നമ്മൾ മുപ്പട്ടാൽ ഹൗപ്പാനോ കിട്ടിയിരിക്കുകയാണ്. നമ്മളിവിടെ ഇറങ്ങുന്നു. ഇവിടുന്ന് നേരെ കാർ എടുത്ത് സോളിങ്ങലിലേക്ക്. ട്രെയിനിന്റെ പേരില്ല, സ്ഥലത്തിന്റെ പേര്. നല്ല ഐക്കോണിക് വ്യൂ ഓഫ് പുപ്പട്ടാൽ. പുപ്പട്ടാല് അറിയപ്പെടുന്നത് തന്നെ ഈ ട്രെയിനിന്റെ പേരിലാണ്, നമ്മുടെ ഷെവേബാൻ. ആഹാ, തലയ്ക്ക് മുകളിൽ കൂടെ ഞങ്ങളിങ്ങനെ പുപ്പട്ടാലിലെ കാഴ്ചവെക്കണ്ട് കാറിന്റെ അകത്തേക്ക് കയറി. ഇനി നമ്മുടെ ചിഞ്ചി ചേച്ചിയുടെ വീട്ടിൽ പോവുകയാണ്. ചിഞ്ചി ചേച്ചി എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് കണ്ടിട്ടുണ്ടോന്ന് അറിയാവില്ല, നമ്മുടെ ഇവന്റുകളൊക്കെ നമ്മൾ ഒരുമിച്ചാണ് ഹോസ്റ്റ് ചെയ്തേക്കണത്. നമ്മുടെ വീഡിയോസ് കുറച്ച് യൂട്യൂബിൽ ഇട്ടിട്ടുണ്ട്. താല്പര്യമുള്ളവർ കയറി കണ്ടു നോക്കുക. അപ്പോൾ അവരുടെ കമ്പനികളിലേക്ക് അല്ലെങ്കിൽ അവരുടെ വീട്ടിലേക്കാണ് ഇപ്പോൾ നമ്മൾ പോണത്. ജുനൈസിക്കനെ അവിടെ കൊണ്ടുപോയി നമ്മൾ അവിടെ നിന്ന് തന്നെ ലഞ്ചും അവിടെ തന്നെ ചെയ്തിട്ട് ജുനൈസിക്കനെ ബെർലിനിലേക്ക് നമ്മൾ പാക്ക് ചെയ്യുകയാണ്. അതും കെവിന്റെ ഒപ്പം തന്നെയാണ്, കാർ കൊണ്ട് തന്നെയാണ് പോണത്. അങ്ങനെ നമ്മൾ ജുനൈസ് പ്രോയിനെയും കൊണ്ട് നമ്മുടെ ചിഞ്ചി ചേച്ചിയുടെ വീട്ടിലെത്തിയിരിക്കുകയാണ്. രണ്ട് ഞെക്കൂടുത്ത് നോക്കാൻ ചേച്ചി ഇവിടെ ഉണ്ടോന്ന് എനിക്കറിയത്തില്ല, ഉണ്ടാവേണ്ടതാണ്. ചേച്ചി നോർമലി ടിവിയിലും അല്ലെങ്കിൽ യൂട്യൂബിലും മാത്രം കാണുന്ന ആളല്ലേ. ആള് വന്നപ്പോ തൊട്ട് ഞാനിത് ഓണാക്കി വെച്ചേക്കുക, ഓഫ് ആക്കിയിട്ടേ ഇല്ല. ഇതെങ്കിലും അറ്റ്ലീസ്റ്റ് ഒരു 2K എങ്കിലും പോണം. ജുനൈസ് പോലെ തന്നെ ഇങ്ങനെ വെക്കും. സമയമില്ല ബ്രോ, അതാണ് ഏറ്റവും വലിയ സീൻ. ഇവിടെ 1 ഇയർ റീച്ച് ഒന്നും ഉണ്ടായിരുന്നില്ല. കണ്ടിന്യൂസ് വീഡിയോ ആകെ ചോദിച്ചു. അപ്പൊ ഞാൻ ചെയ്യുന്ന സമയത്ത് ഷോർട്ട് കട്ട് ഷോർട്സ് ഇല്ല. ഇപ്പോഴാണ് ഷോർട്ട് വന്നത്. ലോങ് വീഡിയോ തന്നെ ഫീഡിൽ പോയിട്ട് IGTV, അത് ഇൻസ്റ്റാഗ്രാം, അത് ബാനായ പിന്നെയാണ് റീൽസും ഷോർട്സും കയറി വന്നത്. അതെ, ഇത് തീർത്തിട്ട് നമുക്ക് ഇരിക്കാൻ പെട്ടെന്ന് തന്നെ. അപ്പൊ അതെ, ഞങ്ങളിത് ഇവിടെ എത്തി ചിഞ്ചേച്ചിയുടെ വീട്ടിലെ ചിഞ്ചേച്ചി ഞങ്ങൾക്ക് വേണ്ടിട്ട് വിഭവ സമൃദ്ധമായ ഒരു ലോഡ് സാധനങ്ങൾ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. ചിക്കൻ ബിരിയാണി, മട്ടൻ ബിരിയാണി, പേര് മാറിപ്പോയ വിഷയാവും. ചിഞ്ചേച്ചിക്ക് ജോലിയായിരുന്നു, അതുകൊണ്ട് നേരത്തെ പറയുകയാണെങ്കിൽ നമ്മള് സ്വന്തമായിട്ട് പനീറാണ്. ചിക്കൻ, ഇത് ചിക്കൻ, അഫ്ഗാൻ ചിക്കൻ, ചിക്കൻ. ഇത് മഹാരാജാസ്, ഇത് തണ്ടൂരി, ഇത് ബിരിയാണി. അപ്പൊ ഓക്കെ, നമ്മള് കഴിച്ചിട്ട് ബാക്കി ഇനി ജുനൈസ് പോലെ പാക്ക് ചെയ്യുമ്പോ എടുക്കാം. ചേച്ചി എടുത്തോ ഞാൻ ഓൾറെഡി എടുത്തതാ. ഇപ്പൊ ഫോട്ടോഷൂട്ട് സെക്ഷൻ ആണ്. ഇതിന്റെ നോക്കിയോ, ഇതിന്റെ അകത്ത് നല്ല കെവിന്റെ നോക്കിക്കോ. ന്യൂയോർക്കിൽ പോയാണ്. ന്യൂയോർക്ക്. കെവിനും എടുത്തോ. നല്ല ഫോട്ടോ. എന്റെ കൂടെ കൊറേ വീഡിയോ ഉണ്ട്, അതുകൊണ്ട് സമയം കളയണ്ട. കട്ട് എന്ന് പറഞ്ഞാലാണ് അവിടെ പോയി പോണത്. ഞാൻ അങ്ങനൊന്നും പറയില്ല. അവിടെ ഫസ്റ്റ് എടുത്തില്ല, ഇതൊക്കെ ഉള്ളു. നമുക്ക് സെൽഫി എടുക്കാം, വീഡിയോ, അതാണ് നല്ലത്. അല്ല, എനിക്ക് വീടിന്റെ അകത്തത്തെ ഫോട്ടോഷൂട്ട് പോരാഞ്ഞിട്ട് പുറത്തും സെറ്റാണ്. അപ്പൊ പണി മൂവി 16-ാം തീയതി OTT സോണി ലൈവിൽ വരികയാണ്. അപ്പൊ എല്ലാരെയും കാണാം, സപ്പോർട്ട് ചെയ്യാം.